സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിയിൽ പൈതൃക സാംസ്കാരിക ആസ്തികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി. റിയാദിൽ നടന്ന കൾച്ചറൽ ഇൻഷുറൻസ് സമ്മേളനത്തിൽ സാംസ്കാരിക മന്ത്രാലയവും ഇൻഷുറൻസ് അതോറിറ്റിയും പോളിസി രേഖകളിൽ ഒപ്പിട്ടു. സാംസ്കാരിക രംഗത്ത് സുസ്ഥിരത കൈവരിക്കുന്നതിനും തുടർച്ച നിലനിർത്തുന്നതിനും വേണ്ടിയാണിത്. പൈതൃക കെട്ടിടങ്ങൾക്കുള്ള ഇൻഷുറൻസും തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസും പോളിസിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സാംസ്കാരിക മന്ത്രാലയം വിശദീകരിച്ചു. അപകടങ്ങളുടെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും ഫലമായുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാരവും അറ്റകുറ്റപ്പണി ചെലവുകളുമാണ് പരിരക്ഷയുടെ പരിധിയിൽപ്പെടുക. ആസ്തികളുടെയും പുരാവസ്തു കേന്ദ്രങ്ങളുടെയും സുസ്ഥിരത കൈവരിക്കുകയാണ് പ്രധാനമായും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇസ്രായേൽ സൗദി അറേബ്യ ബന്ധം സാധാരണ നിലയിലാക്കിയാൽ താൻ വധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞതായി റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ അമേരിക്കൻ പ്രതിനിധികളുമായാണ് സൗദി കിരീടാവകാശി തന്റെ ആശങ്ക പങ്കുവച്ചതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളുടെ പേരിൽ താൻ വധിക്കപ്പെടുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഭയപ്പെടുന്നതായി 3 US വൃത്തങ്ങളെ ഉദ്ധരിച്ച് US മാധ്യമമായ പൊളിറ്റിക്കോ ആണ് റിപ്പോർട്ട് ചെയ്തത്. കുവൈറ്റിൽ മരുന്നുകളുടെ വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ വില നിയന്ത്രിക്കാനുള്ള കർശന നടപടികളുമായി അധികൃതർ. ഇതിന്റെ ഭാഗമായി കുവൈറ്റിലെ വാണിജ്യം വ്യവസായ മന്ത്രാലയം നടത്തിയ പരിശോധനകളെ തുടർന്ന് ക്രമക്കേടുകൾ കണ്ടെത്തിയ 21 ഫാർമസികളുടെ ലൈസൻസ് പിൻവലിച്ചു. ഇതോടെ ഏതാനും ദിവസങ്ങൾക്കിടയിൽ അടച്ചുപൂട്ടപ്പെട്ട ഫാർമസികളുടെ എണ്ണം 61ആയി. കുവൈറ്റിലെ അന്തരീക്ഷ താപനില 48 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന സാഹചര്യത്തിൽ രാജ്യത്തെ വൈദ്യുതി ലോഡ് സൂചിക വീണ്ടും നിർണായക ഓറഞ്ച് സോണിലേക്ക് എത്തിയതായി അധികൃതർ അറിയിച്ചു. 16,681 മെഗാവാട്ട് വൈദ്യുതി ഉപയോഗമാണ് ഇന്നലെ രാജ്യത്ത് രേഖപ്പെടുത്തിയത്. കനത്ത ചൂട് വൈദ്യുതി ഉപഭോഗത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായതായി അധികൃതർ അറിയിച്ചു. പ്രത്യേകിച്ച് തിരക്കേറിയ സമയങ്ങളിലാണ് വൈദ്യുതി ഉപയോഗം റെക്കോർഡ് നിരക്കിലെത്തുന്നത്. ഈ സാഹചര്യത്തിൽ എല്ലാ പാർപ്പിട മേഖലകളിലും ഊർജ്ജ സംരക്ഷണ നടപടികൾ ശക്തിപ്പെടുത്തണമെന്ന് കുവൈറ്റിലെ വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്ക വിലായത്തിൽ വാഹനത്തിൽ മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. നിർത്തിയിട്ട വാഹനത്തിൽ നിന്നും പണം അപഹരിച്ചയാളെയാണ് റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു. മസ്കർ ഗവർണറേറ്റിൽ സമാന സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വന്തം കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കർ ഗവർണറേറ്റിൽ കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം. ഒരു കുടുംബത്തിലെ 3 പേരെ പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു. അന്വേഷണം നടത്തിയ മസ്കർ ഗവർണറേറ്റ് പോലീസ് അറബ് വംശജനായ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വടക്കൻ ബാത്തിനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു കൊലപാതകത്തിൽ സ്വദേശി അറസ്റ്റിലായിരുന്നു. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. തെക്കൻ ബാത്തിനയിൽ വാഹനാപകടമുണ്ടാക്കി നിർത്താതെ പോയ വാഹനത്തിന്റെ ഡ്രൈവർ അറസ്റ്റിലായി. സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അന്വേഷണത്തിൽ പിടികൂടുകയായിരുന്നു. പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സമാന സംഭവങ്ങൾ നേരത്തെയും രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മസ്കറ്റ് നഗരസഭ തുറന്നിട്ട ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാൻ വിരിക്കുന്നവർക്ക് വീണ്ടും മുന്നറിയിപ്പുമായി രംഗത്ത്. 50 റിയാൽ മുതൽ 5000 റിയാൽ വരെ പിഴയും 24 മണിക്കൂർ മുതൽ 6 മാസം വരെ തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. എന്നാൽ മറയുള്ള ബാൽക്കണികളിൽ വസ്ത്രം ഉണക്കാൻ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുന്നവർ വസ്ത്രം അലക്കിയ ശേഷം ബാൽക്കണികളിൽ ഉണക്കാൻ ഉപയോഗിക്കുന്നത് വർദ്ധിച്ചതോടെയാണ് ഇതിനെതിരെ അധികൃതർ രംഗത്തെത്തിയത്. നഗരത്തിലെ പാർപ്പിട മേഖലകളിലും മറ്റുമായി വിദേശികൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. നഗരത്തിന്റെ കാഴ്ചഭംഗിക്ക് കോട്ടം സംഭവിക്കുന്നതിനോടൊപ്പം ഉണക്കാനിടുന്ന വസ്ത്രത്തിൽ നിന്നും താഴേക്ക് വെള്ളം പതിക്കുന്നത് പൊതുജനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും പ്രയാസമുണ്ടാക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മസ്കർ നഗരസഭ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. ഇത്തരം പ്രവണതകൾക്കെതിരെ കെട്ടിട ഉടമകളും താമസക്കാർക്ക് ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകാറുണ്ട്. 3 നിലയിൽ കൂടുതൽ ഉയരമുള്ള താമസ കെട്ടിടങ്ങളിൽ ഓരോ താമസ ഫ്ളാറ്റുകൾക്കും പ്രത്യേകം ബാൽക്കണികൾ ഉറപ്പുവരുത്തണമെന്ന് നഗരസഭ നിർദ്ദേശിച്ചു. ഫ്ളാറ്റുകളുടെ രൂപകൽപ്പനയ്ക്ക് അനുസരിച്ചാണ് ബാൽക്കണി ഒരുക്കേണ്ടത്. ഇത്തരം ബാൽക്കണികളിൽ ആവശ്യമായ മറകൾ ഉറപ്പുവരുത്തണം.
അല്ലാത്ത പക്ഷം അലക്കിയ വസ്ത്രങ്ങൾ ബാൽക്കണികളിൽ വെച്ച് ഉണക്കാൻ പാടില്ല. എന്നാൽ ബാൽക്കണികൾ മറയ്ക്കുന്നതിന് മെറ്റൽ മെഷ് ഉപയോഗിക്കരുതെന്നും നഗരസഭ അധികൃതർ നിർദ്ദേശിച്ചു. മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മസ്കറ്റ് നഗരസഭ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. ഈ മാസം 16 തിങ്കളാഴ്ച മുതൽ ഒമാനിൽ കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 21 വരെ ശക്തമായ കാറ്റും ഇടിയും അനുഭവപ്പെട്ടേക്കാം. മിക്ക വടക്കൻ ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. മസ്കറ്റ്, തെക്കൻ ഷർക്കിയ, അൽവുസ്ത, ദോഫർ ഗവർണറേറ്റിൽ മഴ ലഭിക്കും. ശക്തമായ കാറ്റുമുണ്ടായിരിക്കും. തീരദേശങ്ങളിൽ തിരമാല ഉയരും. മഴ ശക്തമായാൽ വാദികൾ നിറഞ്ഞൊഴുകാനും വെള്ളക്കെട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. കടലും പ്രക്ഷുബ്ധമാകും. ഒമാൻ കടലിന്റെ തീരങ്ങളിൽ തിരമാലകൾ ഉയർന്നേക്കാം. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സൗദിയിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്റ്റേഷനറി കടകൾ ഉൾപ്പെടെയുള്ള സ്കൂൾ സാമഗ്രികൾ വിൽക്കുന്ന ഔട്ട്ലെറ്റുകളിൽ വാണിജ്യ മന്ത്രാലയം പരിശോധനകൾ കർശനമാക്കി. സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും സാധനങ്ങളുടെയും ലഭ്യതയും അവയുടെ പകരം പരിശോധിക്കലുമാണ് ഇതെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. ഉൽപ്പന്നങ്ങളിൽ വില രേഖപ്പെടുത്തിയ ടാഗുകളുണ്ടെന്നും വില അക്കൗണ്ടിംഗ് ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലകളിൽ നിന്നും വ്യത്യസ്തമല്ലെന്നും ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങൾ അറബിയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുന്നതിനാണ് പരിശോധന. ഡിസ്കൗണ്ടുകൾ, പ്രമോഷനുകൾ എന്നിവ ക്രമമായി നടക്കുന്നുണ്ടെന്ന് മന്ത്രാലയത്തിന്റെ നിരീക്ഷണ സംഘം ഉറപ്പുവരുത്തുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. സ്കൂൾ ഉൽപ്പന്നങ്ങളുടെ ഔട്ട്ലെറ്റുകൾ മന്ത്രാലയത്തിന്റെ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും നിയമലംഘകർക്ക് പിഴ ചുമത്തുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്ത് പടർന്നു പിടിക്കുന്ന കുരങ്ങുപനിയിൽ നിന്നും കുവൈറ്റ് മുക്തമാണെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. എംപോക്സ് വൈറസ് ബാധ രാജ്യത്തെവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പുതിയ എംപോക്സിന്റെ പുതിയ വകഭേദങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന. ആഗോളതലത്തിൽ പെട്ടെന്നുണ്ടായ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം കുവൈറ്റിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും രോഗം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾക്കെതിരെ ശക്തമായ തയ്യാറെടുപ്പാണ് രാജ്യം നടത്തുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഇക്കാര്യത്തിൽ വൈറസിനെതിരെയുള്ള രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കുന്നതിനും പ്രാദേശിക അന്തർദേശീയ പങ്കാളികളുമായി ബന്ധപ്പെട്ടു വരികയാണെന്നും ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. സൗദിയിൽ അഴിമതി കേസിൽ നിന്നും രക്ഷപ്പെടുത്താം എന്ന് വാഗ്ദാനം ചെയ്ത് സൗദി ബിസിനസ്സുകാരനിൽ നിന്നും 10 കോടി റിയാൽ കൈക്കൂലി വാങ്ങാൻ പദ്ധതിയിട്ട റിട്ടയർഡ് കേണലിനെ സൗദി അഴിമതി വിരുദ്ധ സേന കൈയോടെ പൊക്കി. കൈക്കൂലിയുടെ ആദ്യ ഘടുവായ 3 കോടി റിയാൽ കൈപ്പറ്റുന്നതിനിടയിലായിരുന്നു ഇയാളെ അഴിമതി വിരുദ്ധ വിഭാഗമായ നസഹയുടെ ഉദ്യോഗസ്ഥർ തൊണ്ടിമുതൽ സഹിതം പിടികൂടിയത്. 3 കോടി റിയാലിന്റെ ചെക്ക് ഇയാൾക്ക് കൈമാറുമ്പോഴായിരുന്നു അറസ്റ്റ്. നേരത്തെ സ്റ്റേറ്റ് സെക്യൂരിറ്റി പ്രസിഡൻസിയിൽ ജീവനക്കാരനായിരുന്ന റിട്ടയർഡ് കേണൽ സൗദി ഇബ്രാഹിം അൽ യൂസുഫാണ് സൗദി ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. കേണൽ അൽ യൂസുഫ് സർവീസിലായിരിക്കെ കൈകാര്യം ചെയ്യുന്ന കേസായിരുന്നു സൗദി ബിസിനസ്സുകാരൻ ഉൾപ്പെട്ട അഴിമതി കേസ്. തന്റെ സ്വാധീനം ഉപയോഗിച്ച് അഴിമതി കേസ് അവസാനിപ്പിക്കാമെന്നും പ്രതികളെയെല്ലാം രക്ഷപ്പെടുത്താമെന്നും വാഗ്ദാനം ചെയ്തായിരുന്നു ഇയാൾ കൈക്കൂലി വാങ്ങിയത്.